പ്രധാന സേവകരെ പ്രധാനമന്ത്രി വരവേൽക്കാൻ പാലക്കാട് നഗരം എല്ലാ അർത്ഥത്തിലും ഒരുങ്ങിക്കഴിഞ്ഞു. ജനങ്ങൾ അത്രത്തോളം ആവേശത്തിലാണ്. ഒപ്പം വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യം 10 മണിക്ക് തന്നെ 10:15 ഇടയിൽ തന്നെ പ്രധാനമന്ത്രി പാലക്കാട് നഗരത്തിലെത്തും. 10:15 10:30 ഈ റോഡ് ഷോ ആരംഭിക്കുമെന്നാണ് അല്പസമയം മുമ്പ് അരുൺ കൊടുങ്ങൂരും അരുൺ ആലത്തൂരും വ്യക്തമാക്കി. ഇപ്പോൾ BJP ഓഫീസിൽ നിന്നും ആ ഒരു പരിസരത്ത് നിന്നും വിശദാംശങ്ങളുമായി സോണൽ കൃഷ്ണയും ചേരുകയാണ്. സോണൽ, ഗുഡ് മോർണിംഗ്. വലിയ ആവേശത്തിലാണ് പാലക്കാട് നഗരം ഒന്നാകെ. കാരണം പ്രധാന സേവകനാണ്, പ്രധാനമന്ത്രിയാണ് എത്തുന്നത്. BJP പ്രവർത്തകർ, NDA പ്രവർത്തകർ മാത്രമല്ല, സാധാരണക്കാരായ ജനങ്ങൾ വരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ രാജ്യത്തിൻ്റെ ആ പ്രധാന സേവകനെ ഒന്ന് കാണാൻ, അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ അവിടേക്ക് ഒഴുകിയെത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ BJP നേതൃത്വവും NDA നേതൃത്വവും വലിയ സന്തോഷത്തിലാണ്, വലിയ ആവേശത്തിലാണ്. BJP ഓഫീസിൽ നിന്നുള്ള മറ്റ് വിശദാംശങ്ങൾ കൂടി. KP, ഗുഡ് മോർണിംഗ്. വളരെ ആവേശത്തോടെ തന്നെയാണ് പാലക്കാടിലെ ജനതയുള്ളത് എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കി കഴിഞ്ഞ കാര്യമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ പാതയിലൂടെ തന്നെയാണ് അദ്ദേഹം, രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ, പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് എത്താനുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് BJP ഓഫീസിന് സമീപമാണ്. നമ്മളോടൊപ്പം ചേരുന്നത് BJP ജില്ലാ അധ്യക്ഷനാണ്. എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ? ലോക നേതാവായിട്ടുള്ള നരേന്ദ്രമോദിജി പാലക്കാട് ആദ്യമായി ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമായി വരികയാണ്. പാലക്കാട് ജനങ്ങൾ വളരെ അധികം ആവേശത്തിലാണ്. കാരണം സാധാരണ പ്രവർത്തകർ, അതുപോലെ തന്നെ നാട്ടുകാർ കഴിഞ്ഞ 10 വർഷമായിട്ട് വിവിധ തരത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ വളരെ വലിയ ആവേശത്തോടു കൂടിയാണ് രാജ്യത്തിന്റെ പ്രധാന സേവകനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആവേശത്തോടു കൂടി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. വലിയ ആവേശമാണ് പാലക്കാട് ദൃശ്യമാവുന്നത്. അദ്ദേഹത്തിന്റെ വരവ് തെരഞ്ഞെടുപ്പിൽ കൂടി പ്രതിഫലിക്കുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. കാരണം പാലക്കാട് കഴിഞ്ഞ വളരെ കാലമായിട്ട് ഇടതും വലതും മാറി മാറി MP-മാരെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും പാലക്കാടിന് വേണ്ടിയിട്ടുള്ള ഗുണകരമായിട്ടുള്ള ഒരു കാര്യവും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. കഴിഞ്ഞ 5 വർഷക്കാലത്തെ MP-യുടെ പ്രവർത്തനം പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു കാന്റീൻ MP എന്നുള്ളതിനപ്പുറം അദ്ദേഹത്തിന് പാലക്കാടിന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. പാലക്കാടിന്റെ വിവിധങ്ങളായ വിഷയങ്ങളുണ്ട്. അട്ടപ്പാടി മുതൽ പലതരത്തിലുള്ള വിഷയങ്ങൾ പാലക്കാടുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ആരോഗ്യ മേഖലയിലുള്ള, വിദ്യാഭ്യാസ മേഖലയിലുള്ള, തൊഴിൽ വിഷയങ്ങളായിട്ടുള്ള പല തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളിലൊന്നും തന്നെ ബന്ധപ്പെടാനോ കാര്യങ്ങൾ ചെയ്യാനോ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ പാലക്കാട്ടെ ജനങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് നരേന്ദ്രമോദിക്ക് അനുകൂലമായി പാർലമെന്റിൽ കൈപൊക്കുന്ന NDAയുടെ കൃഷ്ണകുമാർ വിജയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ വാഗ്ദാനം, മോഡിയുടെ ഗ്യാരണ്ടി പാലക്കാടിന് ഒരു കേന്ദ്രമന്ത്രി എന്നുള്ളതാണ്. അതുകൊണ്ട് ജനങ്ങൾ തീരുമാനിക്കുന്നു, ക്യാന്റീനിൽ ഇരിക്കുന്ന ഒരു MP വേണോ അതോ നമ്മുടെ ഒരു കേന്ദ്രമന്ത്രി വേണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം പാലക്കാടുകാരുടെ മുന്നിലുള്ളത്. അതിന് വളരെ കൃത്യമായിട്ട് ജനങ്ങൾ വിധി എഴുതുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ജനങ്ങളെ പോലെ തന്നെ പ്രവർത്തകരും ഏറെ ആവേശത്തിൽ തന്നെയാണ് അല്ലേ? പ്രവർത്തകരും എല്ലാവരും വളരെ ആവേശത്തിലാണ്. കാരണം ഇത്രയും തള്ളിച്ച ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടം ഇല്ല എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. കാരണം ഇവിടെ വലിയ തോതിലുള്ള ഒരു രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ് പാലക്കാട്ട് നിന്ന്. കാരണം പാലക്കാടിന് അത്തരത്തിലുള്ള ഒരു ചരിത്രമുണ്ട്. ആദ്യമായി ഒരു മുനിസിപ്പാലിറ്റി ജയിച്ചത് പാലക്കാട് നിന്നാണ്. അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ ടീമിലേക്ക് ഒരു MP-യെ കൊടുക്കുന്നതിനുള്ള വളരെ പ്രകടമായ പ്രവർത്തനത്തിലാണ് പാലക്കാട്ടെ BJP-യുടെ പ്രവർത്തകർ. അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണ് പാലക്കാടും ഒരു മാറ്റം കൊതിക്കുന്നുണ്ട്. അതിൻ്റെ തുടർക്കാഴ്ച നമുക്ക് ഇനിയും കാണാൻ വേണ്ടിയിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കൃത്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഏകദേശം 10:15 രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ ഈ പാലക്കാടിൻ്റെ നഗരിയിലെത്തും. തുടർന്ന് ഏകദേശം 1 കിലോമീറ്റർ നീളത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ഉണ്ടാവുക. ഏകദേശം 30 മിനിറ്റോളം ഇതായിരിക്കും ഈ റോഡ് ഷോയ്ക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം ഇവിടെ പ്രവർത്തകർ ഏകദേശം സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞ് അല്പസമയം കഴിഞ്ഞ് 7:30 അടുത്ത് നിൽക്കുന്ന സമയമാണ്. ഇപ്പോഴും ജനങ്ങൾ ഇങ്ങോട്ടേക്ക് തള്ളിക്കേറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഏകദേശം 10 മണിയോട് കൂടി വലിയ തോതിൽ ആളുകൾ, സാധാരണക്കാർ, അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തകർ, പാർട്ടി പ്രവർത്തകരെല്ലാം തന്നെ ഈ റോഡിന്റെ ഇരുവശവും എത്തും എന്നുള്ളതാണ് പ്രധാനമായി പറയുന്നത്. കാരണം ഇത് അവരുടെ അഭിമാന നിമിഷമാണ്. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പ്രധാനമന്ത്രി ആദ്യമായാണ് കേരളത്തിലെത്തുന്നത്. അതിൻ്റെ ഒരു ആവേശത്തിൽ തന്നെയാണ് ഇവിടുത്തെ പ്രവർത്തകരും അതുപോലെ തന്നെ സാധാരണക്കാരും എന്നുള്ളതാണ്
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ജനങ്ങളുമായി നമ്മൾ നിരന്തരം സംസാരിക്കുമ്പോൾ കേന്ദ്ര പദ്ധതികളിൽ പങ്കുപറ്റാത്ത ഒരു സാധാരണക്കാരൻ പോലും ഇല്ല എന്നുള്ളതാണ് നമുക്ക് വെളിവാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനു മുമ്പും പ്രധാനമന്ത്രി 2 തവണ പാലക്കാട് എത്തിയിട്ടുണ്ട്. 2009 അതുപോലെ തന്നെ 2019 അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം എത്തിയതെങ്കിൽ ഇക്കുറിയും അതൊരു രാഷ്ട്രീയ മാറ്റത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിക്കും എന്നുള്ളത് തന്നെയാണ് പ്രവർത്തകരുടെയും മറ്റും പ്രതീക്ഷ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളതാണ് ഏറ്റവും ഇതിൽ പറയേണ്ട ഒരു കാര്യം. നമുക്കറിയാം സുരക്ഷാ സംവിധാനങ്ങൾ ഏറെയുണ്ട്. അതിനോട് അനുബന്ധിച്ച് തന്നെയാണ് ഇത്തരത്തിലുള്ള ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് ജനങ്ങളെ ഇരുഭാഗത്തേക്കും ആക്കിക്കൊണ്ടുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. ഈ രാജ്യത്തിന്റെ പ്രധാന സേവകനായിട്ടുള്ള കാത്തിരിപ്പാണ്. അതിന് തന്നെ നിമിഷങ്ങൾ മാത്രമേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കെ പി യെസ്, സോണൽ കൃഷ്ണയാണ് BJP ഓഫീസ് പരിസരത്തിന് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. പ്രവർത്തകരും അണികളും എല്ലാവരും വലിയ ആവേശത്തിലാണ്. 10:15 കൂടി തന്നെ പ്രധാനമന്ത്രി പാലക്കാട് നഗരത്തിലേക്ക് എത്തും, പാലക്കാടിൻ്റെ മണ്ണിലേക്ക് എത്തും. പിന്നീട് ആവേശം വിതറിയുള്ള 1 കിലോമീറ്റർ റോഡ് ഷോയാണ്